ഗൈസ്, ഇന്ന് നമുക്ക് ഈ പൂ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പൈപ്പ് ക്ലീനർ എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിങ്ക് കളറാണ്. പിന്നെ ഒരു പച്ച കളർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഈർക്കിളി കഷ്ണം എടുക്കാം. എൻ്റെ കയ്യിൽ സ്റ്റിക്കില്ലാത്തുണ്ടെങ്കിൽ ഈർക്കിളി വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് പീസ് ബാക്കി വെച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ഫുൾ ചുരുട്ടി കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് പീസും നമ്മൾ ഇതേമാതിരി തന്നെ ഇങ്ങനെ ബാക്കി വെക്കണേ. അങ്ങനെ 2 എണ്ണം ചെയ്തെടുക്കണം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഈർക്കിളിയിൽ നിന്ന് നമുക്ക് വലിച്ചെടുക്കാം. ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് രണ്ടും ഇതേമാതിരി ഒപ്പം വെക്കണേ. ഇതേമാതിരി ഒപ്പം വെച്ച ശേഷം ഒപ്പം തന്നെ വലിക്കുക. അപ്പോൾ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ കിട്ടും. നമുക്ക് നന്നായിട്ട് വലിച്ചു. ഇത് കണ്ട ഇത്രയും നീട്ടം കിട്ടും. ഇതിനെ ഇങ്ങനെ ഒപ്പത്തിൽ മടക്കിയെടുക്കാം. നമുക്ക് ഈ നടുക്കായിട്ട് ഇങ്ങനെ തിരിക്കുക. ഹലോ, ഇത് കണ്ടോ? ഇതേമാതിരി നമുക്ക് കിട്ടേ. അതിനുശേഷം ഇതേമാതിരി ഒരു ഈർക്കിലെടുക്കുക. സ്റ്റിക്ക് ഉള്ളവർക്ക് സ്റ്റിക്ക് യൂസ് ചെയ്യും. ഞാൻ എൻ്റെ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈർക്കിളി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പോർഷൻസില്ലേ അവിടെയായിട്ട് ഈർക്കിളി ഇതേമാതിരി ചുറ്റും ഇതിങ്ങനെ വെക്കുക. അതിനുശേഷം ഇതേമാതിരി പച്ച ടേപ്പുണ്ട്. ആ പച്ച ടേപ്പ് നമുക്ക് ചുരുട്ടി കൊടുക്കാം കേട്ടോ. ഇതേമാതിരി ഇങ്ങനെ വെക്കണേ. നമുക്കിതിൻ്റെ ടേപ്പ് ചുരുട്ടി കൊടുക്കേ. ടേപ്പ് ചുരുട്ടി ഇതേമാതിരി പകുതിയാക്കണം. വലിച്ച് കെട്ടണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. ഇങ്ങനെ പകുതിയാക്കിയ ശേഷം ഇതേമാതിരി ഒരു പകുതി മതി കിട്ടാം. പകുതിയാക്കിയ ശേഷം ഇതേമാതിരി പച്ച കളറ് പൈപ്പ് ക്ലീനർ എടുക്കാം. ഇതിന് ഇതേപോലെ മടക്കിയെടുക്കാം. ഇതിനെ നടുക്കായിട്ട് കട്ട് ചെയ്തിട്ട് അതിനുശേഷം ഇതേമാതിരി ഇങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യണമാതിരി നിങ്ങൾ ചെയ്തത് വളരെ സിമ്പിളാണ് ചെയ്യാൻ. ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പൂക്കൾ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. കണ്ടിട്ടുള്ളവർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കാട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. അതിനുശേഷം നമ്മൾ ചുരുട്ടിയതിൻ്റെ പകുതിയിൽ നമ്മളിത് വെക്കാം. നിങ്ങൾക്ക് എന്തായാലും പറ്റും ചെയ്യാം. കാരണം ഈ പൈപ്പ് ക്ലീനർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണം തിരിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ പൈപ്പ് ക്ലീനർ. എങ്ങനെ വേണം തിരിക്കാം. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും. ഞാനിപ്പോൾ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ് അല്ല ഞാൻ. എന്നാലും ഇതേമാതിരത്തെ 2 ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടി വെക്കാം. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി തന്നെ സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത്രയുള്ളൂ ഗൈസ്, നമ്മുടെ പൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇലയൊക്കെ ഒന്ന് പതുക്കെ ഇങ്ങനെ വിരിച്ചു കൊടുക്കുക. ഇതെങ്ങനെയുണ്ട് ഇപ്പൊ കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ ഏത് പൂ ഉണ്ടാക്കണേന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.